മൈ ഡിയർ ഫ്രണ്ട്സ്, ആത്മഹത്യാ പ്രവണത ഒരാൾക്കുണ്ടാകുന്നത് പല കാരണങ്ങളെ കൊണ്ടാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നിങ്ങനെയൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. പല ദിവസം ആലോചിച്ചുറപ്പിച്ച് അതിൻ്റെ നാനാവഴികളും കണ്ടുപിടിച്ച് ഗവേഷണം നടത്തി തനിക്ക് സ്യൂട്ടബിളാകുന്ന മെത്തേഡ് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്തവരെയും കാണാനിട വന്നിട്ടുണ്ട്. ഇതൊന്നുമല്ലാതെ പെട്ടെന്നുള്ള വികാര വിക്ഷോഭത്താൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ചിലരതുമല്ല, തന്നെ ആശ്രയിച്ച് കഴിയുന്നവരെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നവരുമുണ്ട്. ആരാണ് ആത്മഹത്യ ചെയ്യാത്തത്, ആര് ചെയ്യും എന്നൊക്കെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസം തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെയോ ചില ലക്ഷണങ്ങൾ നോക്കി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം. പലരും ഇവിടെ വരുന്നവർ പറയാറുണ്ട്, ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല, മനസ്സിലാക്കാൻ ആരും ഒട്ടും ശ്രമിക്കുന്നുമില്ല, തൻ്റെ ശരി അതാണ് തനിക്ക് വലുത് എന്ന് പറയുന്നവരുമുണ്ട്. അവരിൽ നിന്നെങ്കിലും എന്തെങ്കിലും നമുക്ക് കിട്ടുമോ എന്നുള്ളത് വളരെ പ്രയാസം തന്നെയാണ്. എപ്പോഴും സന്തോഷം, ചിരിച്ച മുഖം, സ്വന്തമായ ചില അഭിപ്രായങ്ങൾ, സ്വന്തമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. പക്ഷേ ആ പുറമേ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ വീക്ഷിക്കുന്ന മുഖഭാവത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വേദന കാണാൻ മറ്റുള്ളവർക്ക് കഴിയുന്നില്ല. സ്വന്തം കാര്യലാഭങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും മുൻതൂക്കം കൊടുക്കുന്ന ബന്ധങ്ങളുള്ള ഈ കാലത്ത് അത് ഇത്തിരി പ്രയാസം തന്നെയാണ്. ആർക്കും മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാകുന്നേയില്ല. എല്ലാവരും സിമ്പതൈസ് ചെയ്യും, പക്ഷേ എമ്പതി എത്ര പേർക്കുണ്ട്? സാമ്പത്തിക പരാജയങ്ങളോ സ്വന്തക്കാർക്കുണ്ടാകുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ മാറാരോഗം, ഇതൊക്കെ സാധാരണ ആത്മഹത്യ ചെയ്യാനായിട്ട് പലരും പറയുന്നു കേൾക്കാറുണ്ട്. ഒരു പൊതുവായ കാര്യം. അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും കഴിയും. ഈ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്വന്തം വേദന അല്ലെങ്കിൽ സ്വന്തം എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാൻ പലരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ സ്വാഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ കഴിയും. ഇപ്പോൾ നമ്മുടെ അടുത്ത ആളുകൾക്കുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, ആഹാരത്തിനോട് ഇഷ്ടമുണ്ടായിരുന്നവർ പെട്ടെന്ന് ആഹാരം വേണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ അതിനോട് കൂടുതൽ താല്പര്യം കാണിക്കുക, സ്വന്തം അഭിവൃദ്ധിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ചെയ്തു എന്ന് വരാം. ഇങ്ങനെ ഉണ്ടാകുന്ന വ്യക്തിക്ക് നമ്മൾ ശ്രദ്ധിക്കപ്പെടണം. ഇതിനു മുമ്പ് ഇത്തരം ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ, അവർ അവരുടെ ഫോൺ വഴിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ ഇത്തരം കാര്യങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുത്താം. ഇവിടെ കുറ്റപ്പെടുത്തലോ ഉപദേശമോ ഭാഗ്യ ദുർഭാഗ്യമോ ഒന്നും വിവരിക്കാൻ പാടില്ല. പ്രതീക്ഷയും നമ്മൾ കൂടുതൽ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പും സ്നേഹവും പ്രോത്സാഹനമൊക്കെ ഒരുപക്ഷെ അവരെ അവരുടെ ശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിച്ചെന്ന് വരാം. ചിലർ കമ്പാരിസൺ നടത്തും, അതുപോലെ പരാജയ കഥകൾ, ഇതൊക്കെ പറയാൻ പാടില്ല. അവരോട് സംസാരിക്കുന്നത് പ്രസിദ്ധ ഒരു മനഃശാസ്ത്രജ്ഞനായ ടെൽക്കർ പറയുന്നത്, പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്ന പോലെ ആകരുതെന്നാണ്. അതായത് അവർക്ക് താല്പര്യത്തോടുകൂടി ഹൃദയം തുറന്ന് സംസാരിക്കാൻ ഒരവസരം കൊടുക്കണം, അല്ലാതെ ചൂഴ്ന്നിറങ്ങരുത്. നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു പ്രചോദനമായിട്ട് അവരെ കാണണം. ഈ മാറ്റങ്ങളുടെ കാലഘട്ടത്തിൽ തുറന്നു പറയാനുള്ള മാനസിക വളർച്ച പലർക്കുമില്ല. ഇന്നത്തെ ജനജീവിതത്തിൽ മിഥ്യാഭിമാനം പലർക്കുമുണ്ട്. അഭിമാന ചിന്ത കൂടുതലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇൻസൾട്ട് ആർക്കും ഇഷ്ടമല്ല. ഈ കൊച്ചുകുട്ടിയായിരിക്കുമ്പം സ്നേഹവും അംഗീകാരവും നേട്ടവും ഒക്കെ ലഭിക്കും. വലുതാകുമ്പോൾ നമ്മൾ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചെന്ന് വരും. അവർ സ്നേഹിക്കുന്നവരിൽ നിന്നും അവരകന്നു പോകുന്നോ, അല്ലെങ്കിൽ അവരിൽ നിന്നും മറ്റവർ അകന്നു പോകുന്നോ, ഇതൊക്കെ അവർക്ക് ചിന്തകളാണ്. ഇതൊന്നും ഇത്തരം വരുന്ന ആളുകൾക്ക് താങ്ങാൻ കഴിയില്ല. പരാജയവും പ്രശ്നങ്ങളും സ്നേഹമില്ലായ്മയൊക്കെ അറിഞ്ഞു വളരുന്നതല്ലേ നല്ലത്. തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടാറില്ല.
പ്രശ്നങ്ങൾ എന്താണെന്ന് അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ല. മനസ്സിനൊരു പതർച്ച, അതാണ് നിരാശ. സ്നേഹിക്കുന്നവരൊക്കെ അകലുമോ എന്നുള്ള ഒരു ചിന്ത. ചിലപ്പോൾ അത് സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കാം. ദിനചര്യയിൽ വരുന്ന വ്യത്യാസങ്ങൾ, ലോൺലിനെസ്, ഒറ്റയ്ക്ക് പോയിരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മളോടൊക്കെ വളരെ വളരെ സ്നേഹം കാണിക്കുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണുമ്പം അവരെ ഏതെങ്കിലും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരാളുമായി സംസാരിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ വാക്കുകൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചുപയോഗിക്കണം. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് സ്വാതന്ത്ര്യത്തെക്കാൾ എന്താണ് ആവശ്യം? കൺസിഡറേഷൻ. അവരെ കരുതുന്നതായി അവർക്ക് തോന്നണം. വെറുതെ അവച്ചൊന്ന് സ്വാതന്ത്ര്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതിനേക്കാൾ നല്ലൊരു വാക്കില്ല. അച്ഛനായാലും അമ്മയായാലും സുഹൃത്തായാലും ഭാര്യയായാലും ആര് തന്നെ ആയാലും അവരെ കരുതുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാകണം. ജീവിത ലക്ഷ്യം ഒരു ജീവന് മനസ്സമാധാനം കൊടുക്കുകയാണെന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചെറുപ്പം മുതൽ കുട്ടികൾക്ക് അംഗീകാരവും സ്നേഹവും മാത്രം കൊടുത്താൽ പോരാ. ഇതിൻ്റെ മറുവശം ഒരു പരിധി വരെ കാണണം എന്നുള്ളത് സത്യം തന്നെയാണ്. ചിലരൊക്കെ ഇവിടെ വരുമ്പം പറയും, അയ്യോ ഇപ്പം ഈ കുട്ടി ഇങ്ങനായി, ഇതിനു മുമ്പ് എനിക്ക് ഈ കുട്ടിയെ വഴക്ക് പറയേണ്ട കാര്യമേ ഉണ്ടായിട്ടില്ല, അതിനൊരു അവസരം പോലും അവൻ തന്നിട്ടില്ല. അതുപോരാ, വഴക്ക് കിട്ടണം, ആവശ്യമെങ്കിൽ നമ്മൾ പറയും ഒരു അടി കിട്ടണം, ചെറിയ ചെറിയ ശിക്ഷകളും ഒക്കെ വേണം. നമ്മുടെ വേദനയും മറ്റുള്ളവരുടെ മനസ്സും അറിയാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കണം. പ്രശ്നങ്ങൾ സ്വയം ഉണ്ടാക്കുകയും അതിന് സൊല്യൂഷൻ കാണുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രശ്നവും ഒരു പ്രശ്നമായി തോന്നാറില്ല. ആസ്വദിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയ ജീവിതം നല്ല രീതിയിൽ ആസ്വദിച്ച് തീർത്ത് സമയമാകുമ്പോൾ പോകുന്നതല്ലേ നല്ലത്. മറ്റുള്ളവരുടെ പിടിവാശിക്കും ആഗ്രഹത്തിനും അനുസരിച്ച് മാറേണ്ടതല്ല നമ്മുടെ ജീവിതം. നമുക്കാണ് നേടേണ്ടത്. അതിൽ പിടിച്ചു നിൽക്കുക, മറ്റൊരാൾക്ക് സമാധാനം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് എന്തിനേയും നേരിടാനുള്ള ഒരു കഴിവുണ്ടാകും. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.